കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ കൃഷ്ണപുരം കളീക്കൽ ക്ഷേത്രത്തിന് തെക്ക് വശമുള്ള പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്നു. പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് വെള്ളക്കെട്ടുള്ളത്. അതേസമയം പ്രദേശത്ത് ഓട നിർമ്മിക്കാനുള്ള നടപടിയായെന്നും ജനുവരി മാസം തന്നെ നിർമ്മാണം തുടങ്ങാനുള്ള നീക്കത്തിലാണെന്നും ഗ്രാമപഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ കൃഷ്ണപുരം കളീക്കൽ ക്ഷേത്രത്തിന് തെക്കുവശമാണ് പട്ടികജാതി കുടുംബങ്ങൾ വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നത്. തങ്ങളുടെ ദുരവസ്ഥ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. 44 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നതാണ്. ഞങ്ങളുടെ ഈ പടിഞ്ഞാറേ കനാല് അവിടെ ഹൈവേ ഇതായണൊക്കെ അവർ ഓടെ അടച്ചു വെച്ചിരിക്കുകയാണ്. വെള്ളം അങ്ങോട്ട് വലിയുന്നില്ല. ഞങ്ങൾക്ക് രാവിലെയുള്ള പ്രാഥമിക കാര്യങ്ങൾക്കൊന്നിനും പോകാനുള്ള പറ്റാത്ത ഒരവസ്ഥയിലാണ്. കുടിവെള്ളം പോലും ഞങ്ങൾ അന്യ വീട്ടിൽ പോയി കോരിക്കൊണ്ട് വരുവാണ് വെള്ളത്തിൽ കൂടെ നീന്തി. മെമ്പറുടെ അടുത്ത് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും നടന്ന് പറഞ്ഞ് പറയാനൊരു മാർഗമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് കാണിക്കുന്നത്. കുടിക്കുന്ന വെള്ളം പൈപ്പ് ലൈൻ ഞങ്ങൾക്കില്ല. കുടിക്കുന്ന വെള്ളം തോന്നുകൊണ്ട് വരികയാണ്. പ്രാഥമിക കാര്യങ്ങൾക്കെല്ലാം വെള്ളം ചെയ്യാനൊക്കാത്തതിൽ കൂടുതൽ വെള്ളമാണ് നിൽക്കുന്നത്. ഓച്ചറ പഞ്ചായത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഭാഗത്ത് കൂടെ ഒഴുകി ദേശീയപാത കടന്നു പോകുന്ന കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരൊറ്റത്തോടെയുള്ളൂ. വേറെ ഒറ്റത്തോടും കൃഷ്ണപുരം പഞ്ചായത്തിലില്ല. കൃഷ്ണപുരം വേസ്റ്റുകൾ വന്ന് വന്ന് കൂടി ചത്ത കോഴികൾ, അതുപോലെ ഈ കക്കൂസ് പൊട്ടിക്കുന്ന ടാങ്കുകൾ കൊണ്ടുവന്ന് ഒഴുക്കുന്നത് എല്ലാം ഇതുവഴിയാണ് പോകുന്നത്. 12-ാം വാർഡിലെ മെമ്പറും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടില്ല. ആരും ബന്ധപ്പെടുന്നില്ല. 15-ലെ തീരെയില്ല. ഞങ്ങൾ 15-ാം വാർഡുകാരാണ്. കട്ടകൾ നിരത്തിവെച്ചാണ് ഇവിടെ സഞ്ചാരത്തിനുള്ള മാർഗമൊരുക്കിയിരിക്കുന്നത്. കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ തോട് മാലിന്യമായിട്ട് കടന്നിട്ട് 1 വർഷത്തോളമായി. ഇതിൽ ഞങ്ങൾക്ക് ഇത് 10 വർഷത്തിന് ശേഷം 2 കുട്ടികളായി. 2 മാസത്തിനെ വെച്ച് വളർച്ചയില്ലാതെ അബോഷനായി പോയി. അതിന് അടുക്കളയിലും എല്ലാം വെള്ളം കയറി. രാത്രിയാകുമ്പം അതിനകം മൊത്തം വെള്ളം കയറും. പിന്നെ വേണ്ട മുണ്ടുകഴുകുന്ന കല്ല് എല്ലാം വെള്ളത്തിൽ കിടക്കുക. അടുക്കളയെ പരിപാലിക്കാൻ പറ്റത്തില്ല. പാചകം ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കും. ഇവിടെ അപ്പുറം വടക്ക് വീട്ടിലൊക്കെ പോയാൽ തുണി കഴുകുന്നതും വെള്ളം കോരുന്നതും എല്ലാം ഞങ്ങൾ 1 വർഷമായി ഈ വെള്ളം ഇങ്ങനെ കടന്നിട്ട് ആരും ശ്രദ്ധിക്കുന്നതുമില്ല. ഞങ്ങൾ ഉറങ്ങാൻ പോലും പറ്റത്തില്ല. രാത്രി എണ്ണിട്ടിരിക്കുക. ഓട നിർമ്മിക്കാമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്നും നാട്ടുകാർ പറഞ്ഞു. 40 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ പണി വന്നതിന് ശേഷം ഇപ്പം 2-3 വർഷക്കാലമായിട്ട് മഴയായാലും വെയിലായാലും ഈ 4-5 കൂട്ടർക്ക് ഞങ്ങൾക്ക് ഇവിടെ വാസയോഗ്യമായിട്ടുള്ള രീതിയിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ പോകണമെങ്കിൽ തന്നെ ഷൂവും സോക്സും ഇട്ടുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങൾ തന്നെ അത് റോഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവരുടെ വസ്ത്രങ്ങൾ മാറിയാണ് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ റോഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതിന് വന്യജീവികൾ അല്ലെങ്കിൽ തന്നെ ഈ ഇഴജന്തുക്കളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് റോഡിൽ കൂടെ നടന്നു വരാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. റോഡ് പണി നടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മെമ്പറോടും എല്ലാം ചെന്ന് പറഞ്ഞിട്ടും അതിന് യാതൊരു പരിഹാരങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല. MLA ഒക്കെ നേരത്തെ വന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കളക്ടറേറ്റിൽ കൊണ്ട് കൊടുത്താണ്. കളക്ടറേറ്റിൽ കൊടുത്ത പേപ്പർ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെയും ഇതുവരെ ഒരു തീരുമാനങ്ങളും ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനിയും ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള താമസയോഗ്യമായിട്ടുള്ള രീതിയിലാക്കി തരണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതേസമയം പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമായി ഓട നിർമ്മാണം നടത്തുവാൻ പോവുകയാണെന്നും ഇതിനുള്ള നടപടികളെല്ലാം പൂർത്തിയായെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് പ്രേംകുമാർ പറഞ്ഞു. പഞ്ചായത്തിന്റെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ മുന്നോട്ട് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു കരാറുകാരൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയായി വരികയാണെന്നും ഓട നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കാനാണ് നീക്കമെന്നും രാജീവ് പ്രേംകുമാർ CDNet ന്യൂസിനോട് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.